നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വളരെ നിർണായകമായ ഒരു വാർത്ത കൂടി പുറത്തുവരികയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്തിരിക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ച പുടിൻ മേഖലയിലെ സമാധാനത്തിനായി മധ്യസ്ഥത വഹിക്കാമെന്ന വാഗ്ദാനമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. വെറുമൊരു ചർച്ച എന്നതിലുപരി ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്തുകൊണ്ടാണ് പുടിൻ ഇപ്പോൾ ഈ നീക്കം നടത്തുന്നത്? ഇറാനുമായി ദീർഘകാലത്തെ സൈനിക നയതന്ത്ര ബന്ധം റഷ്യയ്ക്കുണ്ട്. പ്രത്യേകിച്ചും യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഈ ബന്ധം കൂടുതൽ ശക്തമാണ്. മേഖലയിൽ മറ്റൊരു വലിയ യുദ്ധം ഉണ്ടാകുന്നത് റഷ്യ ആഗ്രഹിക്കുന്നില്ല. എണ്ണവിലയിലെ മാറ്റങ്ങളും പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയാനും റഷ്യയ്ക്ക് ഇറാൻ ഒരു പ്രധാന പങ്കാളിയാണ്. സമാധാനത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോഴും ഇസ്രയേലിന്റെ നീക്കങ്ങളെ റഷ്യ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിഴൽ യുദ്ധം പരസ്യമായ ആക്രമണങ്ങളിലേക്ക് മാറിയിരുന്നു. സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ മേഖലയെ വിറപ്പിച്ചു കഴിഞ്ഞു. ഇസ്രയേൽ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പുടിന്റെ ഈ ഫോൺ കോൾ. ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും ഒരു തുറന്ന യുദ്ധം ആഗോള സമ്പദ്വ്യവസ്ഥയെ തന്നെ തകർക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്ക ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുമ്പോൾ റഷ്യ മധ്യസ്ഥതയുമായി വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ചൈനയും റഷ്യയും ഇറാനോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ചേരിതിരിവുകൾക്ക് കാരണമാകുന്നുണ്ട്. പുടിന്റെ ഈ ഇടപെടൽ ഇസ്രയേലിനെ എത്രത്തോളം സ്വാധീനിക്കുമെന്നത് വരും ദിവസങ്ങളിൽ അറിയാം. മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പുടിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ഫലം കാണുമോ, അതോ ഇസ്രയേൽ കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് പോകുമോ? ലോകം ഉറ്റുനോക്കുകയാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ രേഖപ്പെടുത്താം. നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.